അങ്ങനെ ഗായ്സ് തമിഴ്നാട്ടിലെ ഈവനിങ്ങിൽ നമ്മൾ എവിടെയെന്നുള്ളത് ഇത് എന്താ ഊര്? അതായത് സൗഫിയുടെ അമ്മായിയമ്മ, അതായത് അളിയൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാട്ടോ അളിയൻ്റെ ഉമ്മാൻ്റെ വീട്. അപ്പോൾ ഉള്ളിലൊക്കെ കയറി ബാക്കിക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അലേഹ കരഞ്ഞുകൊണ്ട് അലേഹനെ പുറത്തിറത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശമാണിത്. നിങ്ങൾക്ക് അവിടെ കണ്ടാൽ മനസ്സിലാവും. ഒരാളിങ്ങനെ വറകൊക്കെ വെട്ടണേ, അവിടെ പുതിയ ബിൽഡിങ്ങുകൾ കയറുന്നുണ്ട്. ഓരോ സ്ഥലം ഡിഫറെൻറ്റ് സ്ഥലങ്ങളാണ് കേട്ടോ. മിയാസ് അലനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എംകെ പോരാം. ഞങ്ങൾ പോകുമ്പോൾ ഒരു ടൂറൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നേരം വൈകിക്കൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റിയതാണ് ഗായ്സ്. ഇനി നമുക്കൊരു ഇവിടെ ഡിമാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തമിഴ്നാട്ടിലെ പല അസുഖങ്ങളെയും തടുക്കുന്നത് ഇവരുടെ മെയിൻ സംഭവമുണ്ട്. വേപ്പിൻ്റെ ഇല. എല്ലാ പേരുടെ വീട്ടിലും ഇതേമാതിരി ഒരു കഴിച്ചിന് വേപ്പിൻ്റെ ഇല ഉണ്ടാവും. അതായത് നിങ്ങൾക്കറിയാം, നമുക്ക് ഈ വസൂരി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നത് കാണാം. പിന്നെ പല ആയുർവേദ സംഭവങ്ങളിലും ഇത് കാണാം കേട്ടോ. അടുത്ത ഗ്രാമം അത് സൗഫിയുടെ, അതായത് അളിയൻ്റെ അനിയൻ്റെ വീട്ടിലോട്ട് ഇന്നിങ്ങനെ സന്ദർശനമാണ്. അലയാണെങ്കിൽ ഉറക്കത്തിൽ നീച്ചുകൊണ്ട് അലയ്ക്ക് താറും പണി കരച്ചിൽ. അതൊക്കെ അലയുടെ നെറ്റത്തെന്താ നോക്ക്, ഇപ്പുറത്ത് നോക്ക്. ഇതാരാ? കുടിച്ചോ? ഇതാരാ? ആഹോ, എല്ലാരും ചെറുക്കുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയാം. പോയി പിടിച്ചു വാ. അങ്ങനെ നമ്മൾ ഡിമാർട്ടിലോട്ട് എത്തിയതാണ്. അലയ്ക്ക് ഞാനും പമ്പേഴ്സും ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഞാൻ ഈ ഡിമാർട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലുലു മാൾ എന്നൊക്കെ വിചാരിച്ചിനി. ഇനി നമ്മളെ അടുത്ത് സൂപ്പർ മാർക്കറ്റ്. പക്ഷെ ഇവിടെ എത്ര ആൾക്കാരാ? ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നുമില്ല. കുമ്പളോ? കുമ്പളുണ്ടോ? കുമ്പളം എല്ലായിടത്തും കുമ്പളായിരുന്നു. അല്ലെ അലേനെ വണ്ടിയിൽ വെച്ച് കൊടുത്തേ. ഞാൻ കിട്ടിയില്ല. ഇവിടെ ആരും നമ്മളൊന്നും എടുക്കണം, ആരും ഉണ്ടാവില്ല. ചോദിച്ചു നോക്കുന്ന ഞാൻ Pro 4 ഉണ്ടോ ചോദിച്ചു നോക്ക്. തമിഴ് അറിയാമെങ്കിൽ ചോദിക്കായിരുന്നു. ഇപ്പോൾ ഗൈസ് തമിഴ്നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലെ തിരക്കാണ്. കേരളത്തിലൊക്കെ ഇതേപോലത്തെ ഒരു തിരക്ക് ഞാൻ കണ്ടില്ല കേട്ടോ. എമ്മാതിരി തിരക്ക്. ഓഫർ ഇട്ടാൽ പോലും അവിടെ മാതിരി തിരക്ക് ഞാൻ കണ്ടില്ല. ഇവിടെ ഓഫർ ഇല്ലാതെ തന്നെ ഇത്രയും ജനക്കൂട്ടാണ്. നമ്മൾ പമ്പേഴ്സും ഇതും വാങ്ങാൻ വേണ്ടി വന്നാണ്, സെർലാക്കും. കാരണം അലമോള് ഭക്ഷണം കഴിക്കണില്ല ഗൈസ്. നിങ്ങൾക്ക് എണ്ണ വേണമാ എടുത്തുക്കോ. മുട്ടായി വേണമാ? ആ മുട്ടായി വേണോ? എടുത്തോ മുട്ടായി എടുത്തോ. ഉണക്ക് എണ്ണ വേണം? സ്റ്റിക്കേഴ്സ് വേണമാ? ഉണക്ക് എണ്ണ വേണോ? പെരുസെടുത്തോ? പെരുസെടുത്തോ. നിങ്ങൾക്ക് വേറെ പോതുമാ? അത് കൊടുത്തോ. അങ്ങനെ ഗൈസ് നമ്മള് മാർക്കറ്റിൽ നിന്ന് നേരെ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോരും കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചക്കര ഫാമിലിയിലൊപ്പം നമ്മളെവിടെ പോയി, പെരിന്തൽമണ്ണ പോയി. ഇന്ന് സിനു എന്ന് പറഞ്ഞ സൗഫി ഫാമിലിയുടെ ഒപ്പം തമിഴ്നാട്ടിൽ ഓരോ നാട്ടിലും ഓരോ എക്സിബിഷനാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് കാണാം ഗൈസ്. സിനു ഗോസ്റ്റ് ഹൗസ് കയറാൻ നിൽക്കുന്നുണ്ട്. ഗോസ്റ്റ് ഹൗസ് സ്നോ ആണ് മക്കളെ. ക്യൂണ് നമ്മളെ നാട്ടിലേക്കാളും. ഓ ഭയങ്കര തണുപ്പ്. ഭയങ്കര കൂളിങ്. അടിപൊളി. നമ്മളവിടെ ടിക്കറ്റിന് 120 റുപ്യ, ഇവിടെ ടിക്കറ്റിന് 100 റുപ്യ ഉള്ളൂ. പക്ഷെ ഇവിടെ അവിടത്തേക്കാളും അടിപൊളി ഇവിടെ അല്ലേ? അവിടത്തേക്കാളും അടിപൊളി ഇവിടെ അല്ലേ? തണുപ്പുണ്ടോ? ഇത് തണുപ്പാണ്, സ്നോ ആണ്. കണ്ടോ
അപ്പോൾ കഴിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി നാട്ടിലത്തേക്കാൾ അടിപൊളി ഇവിടെയാണെന്ന് അങ്ങനെയല്ല, ഇവിടെ സെറ്റ് ചെയ്ത ഈ സംഭവങ്ങൾ കണ്ടോ, ഇത് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ വെർത്തിന് ആവശ്യമുള്ള എല്ലാ സാധനവും, അതിനേക്കാൾ കൂടുതൽ സാധനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കയറിയ എൻട്രിയിൽ തന്നെ നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ, അതായത് ഒരു പക്കാ സ്നോയിൽ സെറ്റ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ജസ്റ്റ് ഒരു 4 യന്ത്രയൂനാലിയും അതേമാതിരി കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്കും മാത്രമാവുമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ അനുഭവമാണ്. കാരണം പ്രതീക്ഷിക്കാതെ നമ്മൾ ഇങ്ങോട്ട് ഡിമാർട്ടിക്ക് മാത്രം ഇറങ്ങിയതാണ്. പക്ഷേ ഇത് പോണ വഴിക്ക് നമ്മൾ കണ്ടപ്പോൾ ഏതായാലും ഞങ്ങൾ ഇന്നൊരു ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിന്നതാണ്. അപ്പോൾ പിന്നെ അത് ഇങ്ങോട്ടാക്കിയെന്ന് മാത്രം. കാരണം കൂടുതൽ നമുക്ക് ഓടേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് പിന്നെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ ഫാൾസ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ വാട്ടർ ഫാൾസിൻ്റെ ഇടയ്ക്ക് ഞാൻ ചക്കരനെയും ജാസിനൊക്കെ പാടെ പോയിട്ട് കണ്ടപ്പോഴും കണ്ടായിരുന്നു. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഈ വാട്ടർ ഫാൾസ് നമ്മളൊരു ആതിരപ്പള്ളി പോയൊരു ഫീലായിരുന്നു. കാരണം അത്രയും വെള്ളം വീണിട്ട് എൻ്റെ ഫോണിലോട്ട് തെറിക്കലും അതേമാതിരി നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മേത്തോട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വന്നോലും പിന്നെ ഇവിടെ ഭയങ്കര വൈബാണ് കേട്ടോ. കാരണം ഇവിടെ ഇതിൻ്റെ ഒപ്പം പാട്ട് വെച്ചിട്ട് കുട്ടികൾ ഇതിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. അതായത് കുട്ടികൾ മാത്രമല്ല, അലേഹൊക്കെ പിടുത്തം മുട്ട ഡാൻസ് ആയിരുന്നു. അലേഹൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ പനി പെരയെ പോയിട്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഫുള്ള് മഴയും ഓള് കൊണ്ടിരിക്കണം. മഴയല്ല, ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു സ്പ്രേ, ഒരു ചാറ്റൽ, കാരണം അത് ഫുള്ളായിട്ട് ഓള് കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുറത്തൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുക. പിന്നെ ഈ ഫോണിലുള്ള ബ്ലറൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നനയുണ്ട് കേട്ടോ. എന്നാലും നല്ലൊരു സുഖമുള്ളൊരു നനച്ചില്ല. നിങ്ങളിപ്പോൾ അലേഹൻ്റെ മുടി കണ്ടാൽ തന്നെ മനസ്സിലായിരുന്നു അലേഹ നന്നായിട്ട് നനയുന്നുണ്ട്. പക്ഷെ അലേഹ ഒരിക്കലും അവിടുന്ന് കയറാൻ കൂട്ടാക്കുന്നില്ല. കാരണം ഓൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അലേഹ മാത്രമല്ല, അപ്പുറത്ത് അളിയനും സാനയും ഡാൻസ് പരിപാടിയാണ്. അതായത് ഡാൻസ് അത്യാവശ്യം സാന ഡാൻസ് കളിക്കുമല്ലോ. അപ്പോൾ ഒരു വീഡിയോ അവിടെ സാന ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പുള്ളി ഇട്ടിട്ടുള്ളത് സനയാണ്. അപ്പോൾ സാന അവിടെ ഡാൻസിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഫുള്ള് കളി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ അവിടുത്തെ ഈ വള മാല അതൊക്കെ കാണാൻ വേണ്ടി കയറിയതാണ്. പർച്ചേസ് ചെയ്യുന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ എന്ന് വിചാരിച്ച് എല്ലാം നോക്കുന്നുണ്ട്. സോഫി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് നേരെ പകുതി പൈസ ഉള്ളൂ. ഒക്കേനും 30 രൂപയ്ക്കൊക്കെയാണ് ഓരോ സംഭവങ്ങൾ ഉള്ളൂ. പിന്നെ 10 റുപ്യ കച്ചവടമല്ല. അതായത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അലേ ഇതേമാതിരി ഒരു മൊയലിൻ്റെ സാധനം വെച്ചെടുക്കുക. പക്ഷെ ഇങ്ങനത്തെ ഒന്നും എൻ്റെ കുട്ടിക്ക് പറ്റൂല കേട്ടോ. അത് ലൈറ്റ് കത്തുണ്ടെന്ന് പറഞ്ഞാൽ ഓള് തലേന്ന് ദൂരും. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഞ്ഞിമുട്ടായി കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പഞ്ഞിമുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. വെറും ശർക്കരയാണ്, പക്ഷെ അത് വാങ്ങാനും ആളുകൾ ഭയങ്കരമായിട്ട് ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പഞ്ഞിമുട്ടായിക്ക് 50 രൂപ എന്തോ ആണ്. അങ്ങനെ നമ്മളൊരു 3 വാങ്ങി. പഞ്ഞിമുട്ടായിക്കൊന്ന് ഞാൻ ഷുഗർ കട്ടാണ്, എന്നാലും കുട്ടി കൊടുന്ന് തന്നപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഡയറ്റ് അവിടെ കൊണ്ട് തീർന്നു ഗൈസ്. അങ്ങനെ എന്തായാലും പഞ്ഞിമുട്ടായൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ ഉള്ളിലോട്ട് പോവുകയാണ്. അവിടെ വേറെ വെറൈറ്റി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ പപ്പടമാണ് ഇവിടുത്തെ പപ്പടം. നോക്കിയേക്ക് ഈ പപ്പടം ഇങ്ങനെ ചട്ടിയിലിട്ട് ഇതിലിപ്പോൾ ചെറിയൊരു പപ്പടമായിരുന്നു. പക്ഷെ അതിൻ്റെ വലുതായി വന്നപ്പോൾ പപ്പടത്തിനേക്കാൾ, അതായത് നെയ്റോസിൻ്റെ അത്ര വലുപ്പമുള്ളൊരു പപ്പടം ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ അത് തിന്നപ്പോഴുള്ള ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കുഴലപ്പം, അതായത് ഓട അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ചട്ടിയിലിട്ട് ഇങ്ങനെ വറുക്കുമ്പോൾ വലുതാവില്ലേ, അതിൻ്റെ പപ്പട വേർഷനാണ്. എന്തായാലും അത് നമ്മൾ കഴിച്ചു. അതിൻ്റെ ഇപ്പുറത്ത് ബൺമസ്ക പോലത്തെ വേറൊരു ഇവിടുത്തെ ട്രെൻഡ് ഉണ്ട്. ചിലപ്പോൾ നാട്ടിൽ കൂടുന്ന ചിലപ്പോൾ ട്രെൻഡാവും കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ച് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാണ്. പിന്നെ ഈ ഒരു പപ്പടത്തിൽ ഇതൊക്കെ സനേനേക്കാൾ വലിപ്പമുള്ളൊരു പപ്പടമാണ്. ഒന്നെന്തായാലും ഒരാളെ കൊണ്ട് ഫുള്ള് തീർക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്നാലും എല്ലാവരും പാടെ ഒത്തൊരുമിച്ചാണ്ട് തീർത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് KFC കഴിക്കാനാണ്. മക്കൾക്ക് KFC കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിലെ ഫുഡ് പിന്നെ KFC ഒക്കെ ഒരേ നാട്ടിലൊക്കെ മാതിരി തന്നെ ആവും എന്ന് വിചാരിച്ച് നമ്മൾ കയറിയതാണ്. കാരണം സൗഫി വീട്ടിലുണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല, പുറത്തുനിന്ന് എനിക്കങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ KFC ഇതൊക്കെ ആകുമ്പോൾ എന്തായാലും നാട്ടിലത്തെ പോലെ തന്നെ ആവുമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ KFC കയറി. എന്തായാലും KFC ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നാട്ടിലത്തെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി. അങ്ങനെ മക്കളെയും കൊണ്ട് ഇന്നൊരു മക്കളെയും നമ്മളും എല്ലാവരും ഒന്ന് ഒരു അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു തമിഴ്നാട്ടിലെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.